നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്ന 6 ദിവസം തന്നെ നിരവധി കാര്യങ്ങൾ നടപ്പിലാക്കുന്നുവെന്ന വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ തന്നെ നൽകിയിട്ടുണ്ട്. വൈവിധ്യമാർന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ട്രംപിന്റെ ആദ്യ ദിവസ പദ്ധതി. അതിൽ ഒന്ന് കുടിയേറ്റക്കാരെ നാടുകടത്തുക എന്നതാണ്. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഉയർന്ന താരിഫ് ചുമത്തുക എന്നതും ട്രംപിന്റെ പദ്ധതികളിൽ ഒന്നാണ്. യുഎസിലെ സാമ്പത്തിക വിദഗ്ധർ ഇത് സാമ്പത്തിക അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഉയർന്ന താരിഫ് ചുമത്തുമെന്ന് തന്നെയാണ് ട്രംപിന്റെ വാദം. 2021 ജനുവരി 6 യുഎസ് ക്യാപിറ്റൽ ആക്രമണത്തിൽ ഉൾപ്പെട്ട ആളുകൾക്ക് മാപ്പ് നൽകുമെന്നായിരുന്നു ട്രംപിന്റെ മറ്റൊരു വാഗ്ദാനം. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരുന്ന കഴിഞ്ഞ ടേമിൽ 6 ദിവസം ഒരു പേപ്പറിൽ മാത്രമായിരുന്നു ട്രംപ് ഒപ്പുവെച്ചിരുന്നത്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ഒബാമ കെയറിനെ ദുർബലപ്പെടുത്തുന്ന പേപ്പറിലായിരുന്നു അദ്ദേഹം ഒപ്പുവെച്ചത്. എന്നാൽ ഇപ്രാവശ്യം നിരവധി കാര്യങ്ങളാണ് ട്രംപ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2024 തന്റെ പ്രചാരണ വേളയിൽ ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റ വിഷയത്തിലാണ് വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പ്രസിഡന്റിന്റെ അധികാരം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന പ്രധാന പദ്ധതിയും ഇതുതന്നെ ആയിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ, പ്രത്യേകിച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ നീക്കം ചെയ്യുന്നതിനായി ഒരു വലിയ തോതിലുള്ള നാടുകടത്തൽ പരിപാടി ആരംഭിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യുഎസിൽ ഏകദേശം 11 ദശലക്ഷം രേഖകളില്ലാത്ത കുടിയേറ്റക്കാരുണ്ട്. എന്നാൽ അവരിൽ ഏകദേശം 5 ലക്ഷം പേർക്ക് മാത്രമേ ക്രിമിനൽ റെക്കോർഡുകളുള്ളൂ. തന്റെ നാടുകടത്തൽ പദ്ധതി നടപ്പിലാക്കാൻ എന്ത് വേണമെങ്കിലും ചെലവഴിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. 2024 നവംബറിൽ ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാമെന്നും നാടുകടത്തിന് സഹായിക്കാൻ സൈന്യത്തെ ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. മൊത്തത്തിൽ ഉയർന്ന ചെലവ് വന്നാലും രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതായിരിക്കും താൻ പ്രസിഡന്റായിരിക്കുമ്പോഴുള്ള പ്രധാന ലക്ഷ്യമെന്നാണ് ട്രംപ് പലവട്ടം ആവർത്തിച്ചിട്ടുള്ളത്. യുഎസിൽ 14-ാം ഭേദഗതി പ്രകാരം രാജ്യത്ത് ജനിക്കുന്ന ഏതൊരാൾക്കും യാന്ത്രികമായി യുഎസ് പൗരത്വം നൽകുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഈ നിയമം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 2024 ഡിസംബറിൽ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുന്നത് തന്റെ ആദ്യ ദിനം തന്നെയുള്ള പദ്ധതിയുടെ ഭാഗമാണെന്ന് ട്രംപ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ജോ ബൈഡന്റെ കുടിയേറ്റ നയങ്ങളെ ഡൊണാൾഡ് ട്രംപ് ശക്തമായി വിമർശിക്കുകയും അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ അവ അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബൈഡൻ നടപ്പിലാക്കിയ എല്ലാ ഓപ്പൺ ബോർഡർ പോളിസികളും അവസാനിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോവിഡ്-19 പാൻഡമിക് സമയത്ത് നടപ്പിലാക്കിയ ടൈറ്റിൽ 42 എന്ന നിയമം തിരികെ കൊണ്ടുവരുമെന്നും ട്രംപ് പരാമർശിച്ചു. കുടിയേറ്റക്കാരെ അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് വേഗത്തിൽ തിരിച്ചയക്കാൻ ഈ നിയമം സർക്കാരിനെ അനുവദിക്കും. കോവിഡിന് ശേഷവും ബൈഡൻ ഭരണകൂടം കുറച്ചുകാലം ടൈറ്റിൽ 42 ഉപയോഗിക്കുന്നത് തുറന്നെങ്കിലും 2023 അവർ അത് ഉപയോഗിക്കുന്നത് നിർത്തുകയായിരുന്നു. നാടുകടത്തൽ വേഗത്തിലാക്കാൻ ഇത് പുനഃസ്ഥാപിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. 2021 ജനുവരി 6 യുഎസ് ക്യാപിറ്റൽ ആക്രമണത്തിൽ പങ്കെടുത്തതിന് ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് മാപ്പ് നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. 2024 ഡിസംബറിൽ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ അധികാരമേറ്റ 6 ദിവസം തന്നെ ഈ മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുമെന്നാണ് പറഞ്ഞത്. ക്യാപിറ്റൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് 1580-ലധികം പേർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. 1270-ലധികം പേർ കുറ്റക്കാരുമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും ധീരമായ വാഗ്ദാനങ്ങളൊന്നാണ് അധികാരമേറ്റതിന് 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ അതിനു മുമ്പ് ഉക്രൈനിലെ യുദ്ധം വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്നത്. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തനിക്ക് നല്ല ബന്ധമുണ്ടെന്നും ട്രംപ് പരാമർശിച്ചു. രണ്ട് നേതാക്കളും തന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അവർ പ്രസിഡന്റ് ബൈഡനെ ബഹുമാനിക്കുന്നില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. ജനുവരിയിൽ യുദ്ധം പ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ 2025 ജനുവരി 20 തൻ്റെ സ്ഥാനാരോഹണത്തിന് മുമ്പ് അങ്ങനെ ചെയ്യുന്നത് അനുചിതമാണെന്നായിരുന്നു ട്രംപിൻ്റെ മറുപടി. തെരഞ്ഞെടുപ്പിന് ശേഷം യുഎസിൻ്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്തുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ നികുതിയാണ് താരിഫ്. ഇത് തൻ്റെ ആദ്യ ദിവസമായ ജനുവരി 20 തന്നെ നടപ്പിലാക്കാമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും യുഎസിൽ വിൽക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും പകുതിയും ഇലക്ട്രിക് കാറുകളെ പോലെ സീറോ എമിഷൻ വാഹനങ്ങളായിരിക്കണമെന്ന് 2021 ബൈഡൻ തീരുമാനിച്ചിരുന്നു. മലിനീകരണം കുറയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈ തീരുമാനം. നവംബറിൽ നടന്ന ഒരു പ്രചാരണ പരിപാടിയിൽ അധികാരത്തിലേറിയ 6 ദിവസം തന്നെ ബൈഡന്റെ ഇലക്ട്രിക് വാഹന നിയമങ്ങൾ റദ്ദാക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. തന്റെ പ്രചാരണ പ്രസംഗങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും യുഎസിൽ എണ്ണ ഖനനം വർദ്ധിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് ജനങ്ങളുടെ ഊർജ്ജ ചെലവ് കുറയ്ക്കുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ തന്റെ അധികാരം ഉപയോഗിച്ച് അതിർത്തി അടക്കുകയും എണ്ണയ്ക്കായി ഖനനം ഉടൻ ആരംഭിക്കുകയും ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞു. ഡ്രിൽ 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 എന്ന മുദ്രാവാക്യം ആവർത്തിക്കുകയും ചെയ്തു. ജീവിത ചെലവ് കുറയ്ക്കുന്നതിനായി എണ്ണ ഖനനത്തിനും ഫ്രാക്കിങ്ങിനും ട്രംപ് ഭരണകൂടം വേഗത്തിൽ അനുമതി നൽകുമെന്ന് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞിട്ടുണ്ട്.